ഒരു ജില്ലാ കളക്ടറായ അങ്ങേക്ക് പോലും അറ്റൻഡൻസിന്റെ ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഒരു ജില്ലാ കളക്ടറുടെ ജോലികൾ എന്തൊക്കെയാണ്? സ്വന്തം ജീവിതത്തിന് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റാറുണ്ടോ? എങ്ങനെയാണ്? ആവറേജ് എത്ര കാലം ഒരു ജില്ലാ കളക്ടർ ആയിട്ടുള്ള പോസ്റ്റിൽ ഉണ്ടാവും? SP ആണോ കളക്ടറാണോ മുകളിൽ? ജില്ലാ കളക്ടർമാർ നമ്മുടെ മനസ്സിൽ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത ഒരുപാട് ഇമ്പാക്റ്റുകളുണ്ട്. അതായത് ഒരു സമൂഹത്തിന് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയുന്ന ഒരു പദവിയാണ് ജില്ലാ കളക്ടർ എന്നൊക്കെ. അപ്പോൾ സാറുടെ ജീവിതത്തിൽ സാർക്ക് അങ്ങനെ എന്തെങ്കിലും ഓർത്തു വെക്കാവുന്ന അല്ലെങ്കിൽ മനസ്സിൽ എപ്പോഴും സന്തോഷം തരുന്ന ഏതെങ്കിലും ചില അനുഭവങ്ങളുണ്ട് ഉണ്ടെങ്കിൽ അത് പങ്കുവെക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞ സർവീസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് പോലെ ഡെയിലി എന്തെങ്കിലും ഒരു സാധനം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മുടെ സർവീസിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇംപ്ലിമെൻറ്റിങ് ഏജൻസീസുകളാണ്, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മുടെ കളക്ടർമാരുടെ ഇടയിൽ തന്നെ 2 വിഭാഗം ആൾക്കാരുണ്ട്. ഒന്ന് പറഞ്ഞ കാര്യം അതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന കുറച്ച് പേരും, ചിലർ ഇത് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ കിട്ടുന്ന കുറച്ച് സമയം കൊണ്ട് ചില കാര്യങ്ങളെ കുറച്ച് ഇന്നോവേറ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് അവസരമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു സാധനം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളതും ഇപ്പോഴും ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. പ്രോജക്റ്റ് ബാലികാ മഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ത്രിപുരയിൽ ചൈൽഡ് മാരേജിൻ്റെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഞാനൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അത് എപ്പോഴും എൻ്റെ മനസ്സിലുള്ളൊരു പ്രോജക്റ്റാണ്. അപ്പോൾ ഈ ബാലികാ മഞ്ച് എന്ന് പറഞ്ഞ പ്രൊജക്റ്റിലെ ഏതെങ്കിലും ഓർത്തെടുക്കാവുന്ന ഒരു സംഭവം ഒന്ന് ഷെയർ ചെയ്യാമോ? എന്താണ് ഈ ബാലികാ മഞ്ച് എന്ന് പറഞ്ഞിട്ട് അതിലെന്തെങ്കിലും ഒരു സംഭവം കൂടി ഷെയർ ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഈ ബാലികാ മഞ്ച് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞൊരു സ്കീമിൻ്റെ അടിയിൽ നമ്മുടെ പെൺകുട്ടികൾക്കുള്ള സ്കൂൾ ഡ്രോപ്പ് ഔട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ അനാലിസിസ് ചെയ്ത സമയത്താണ് നമുക്ക് മനസ്സിലായത് ഇവിടെ സ്കൂൾ ഡ്രോപ്പ് ഔട്ടിൻ്റെ മെയിൻ കാരണം ചൈൽഡ് മാരേജ് ആണ്. ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് അല്ലെങ്കിൽ 12, 13, 14 വയസ്സുള്ള കുട്ടികളുടെയൊക്കെ കല്യാണം കഴിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അത് ഏതാണ്ട് ഒരു വലിയ റേഞ്ചിൽ ഒരു വർഷം ഏതാണ്ട് 200ഓളം കുട്ടികളുടെയൊക്കെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അത് ഒന്ന് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബാലികാ മഞ്ചിനെ യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു. കുട്ടി പഠിക്കുന്നത് സ്കൂളിലാണ്. അപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷനാണ്. അപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് പക്ഷേ ചൈൽഡ് മാരേജുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നോക്കേണ്ട അടുത്തതെന്ന് വെച്ചാൽ ചൈൽഡ് പ്രഗ്നൻസി എന്ന് നോക്കുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ്. ചൈൽഡ് മാരേജ് നടക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടത് സബ് കളക്ടറുടെ ജോലിയാണ്, ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. പിന്നെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലിയാണ്. പക്ഷേ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യേണ്ടത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ്ട് 5-6 ഡിപ്പാർട്ട്മെൻറ്റ് പല കോണിലാണ് ഇരിക്കുന്നത്. ഇതിനെ കോർഡിനേറ്റ് ചെയ്താലേ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു DM എന്ന നിലയിൽ, ഒരു കളക്ടർ എന്ന നിലയിൽ ഞാൻ അത് കോർഡിനേഷൻ അത് ഏറ്റെടുത്തു. അങ്ങനെ സ്കൂളിലൊരു ചെറിയൊരു ക്ലബ് ഉണ്ടാക്കി അതിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്തു. ഇങ്ങനെ ചൈൽഡ് മാരേജിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്നതനുസരിച്ചിട്ട് നമ്മൾ ആക്ഷൻസ് എടുത്ത് പ്രിവെൻറ്റ് ചെയ്തു. കഴിഞ്ഞ 9 മാസമായിട്ട് ഞങ്ങൾ 120ഓളം പെൺകുട്ടികളുടെ കല്യാണം പ്രിവെൻറ്റ് ചെയ്യുകയും അവരെ തിരിച്ച് സ്കൂളിലോട്ട് കൊണ്ടുവരികയും ചെയ്തു ഈ വർഷം, ഈ ഒരു 8 മാസം. ഓക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഇവിടെ ഉള്ളൊരു വില്ലേജാണ്, അംജദ് നഗർ എന്ന് പറയുന്നൊരു വില്ലേജാണ്. അപ്പോൾ അവിടെ എൻ്റെ ബാലികാ മഞ്ചിൽ തന്നെ പെൺകുട്ടികളെയാണ് ഞാൻ ആ കമ്മിറ്റിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന പെൺകുട്ടിയുടെ കല്യാണം വീട്ടുകാർ തീരുമാനിച്ചു. അവരറിഞ്ഞു ഇങ്ങനെ ബാലികാ മഞ്ച്. എത്രാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കല്യാണം ഉറപ്പിച്ച് അതിനെ വീട്ടിൽ പൂട്ടിയിട്ടു. അപ്പോൾ ആ പൂട്ടിയിട്ട സമയത്ത് അത് ബാലികാ മഞ്ചിൻ്റെ സെക്രട്ടറിയാണ്. ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റ് പൊളിഞ്ഞു പോകും. പക്ഷേ ആ കുട്ടി ഉടനെ തന്നെ നമ്മുടെ സ്കൂളിലെ ടീച്ചറിനെയും ബാലികാ മഞ്ചിൻ്റെ ചെയർമാനെയൊക്കെ വിളിച്ച് കാര്യം പറയാൻ പറ്റിയത് ഒരുപാട് കഷ്ടപ്പെട്ട് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇടപെട്ടു, സംസാരിച്ചു. പിന്നെ ആ കുട്ടിയുടെ കല്യാണം നമ്മൾ നിർത്തലാക്കി. അതിനുശേഷം അവിടെ നിന്നില്ല, കുട്ടി എന്നെ തന്നെ വിളിച്ചു അവിടെ പോയി സംസാരിക്കാൻ. അങ്ങനെ ഞാൻ ആ വില്ലേജിൽ പോയി സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചതിന് ശേഷം ഒരുപാട് നേരം അവിടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഒരുപാട് സംസാരിച്ചു ആ വില്ലേജിൽ. എന്നിട്ട് അവസാനം അവരെല്ലാവരും കൂടെ ചേർന്നൊരു തീരുമാനം എടുത്ത് ഞങ്ങളിനി കുട്ടികളെ കല്യാണം കഴിപ്പിക്കില്ല. ഇത് മാത്രമല്ല, ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് ഞാനൊരു ന്യൂസ് കേട്ടത്, ആ വില്ലേജിലൊരു കുട്ടി ഒളിച്ചോടി എങ്ങാണ്ടോ അവിടെ വന്ന് 18 വയസ്സിൽ താഴെയാണ്. അപ്പോൾ ആ വില്ലേജേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ആ കുട്ടീനെ തിരിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പറഞ്ഞു, മോളെ 18 വയസ്സാവുമ്പോൾ പിന്നെ ഞാൻ കൊണ്ടുവരാം. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 8 മാസമായിട്ട് ആ വില്ലേജിൽ ഒരൊറ്റ ചൈൽഡ് മാരേജ് പോലും നടത്തിയിട്ടില്ല. അത് ഞാൻ പൈനിയറായിട്ട് ആ പെൺകുട്ടിയാണ്, ജ്യോത്സ്ന അക്തർ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. ആ കുട്ടി ഇപ്പോൾ 9ാം ക്ലാസ് കഴിഞ്ഞു, 9ാം ക്ലാസ്സിലായി, ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുവാണ്. പക്ഷെ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുവാണ്. ആ വില്ലേജ് മാത്രമല്ല ബാക്കി എല്ലാ വില്ലേജിലും പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ രാവിലെ
സാറെ കാണാൻ വന്നപ്പോൾ സാറ് ഇപ്പം ഏകദേശം 110 കിലോമീറ്ററോളം യാത്ര ചെയ്ത് കഴിഞ്ഞു. ഇനി എന്നോട് പറഞ്ഞത് ഉച്ച കഴിഞ്ഞാൽ അഗർത്തലയിലേക്ക് പോകണം എന്നാണ്. അത് ഏകദേശം വീണ്ടും ഒരു 100ഓളം കിലോമീറ്റർ പോകേണ്ട ഒരു ദൂരമുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം 300ഓളം കിലോമീറ്റർ യാത്ര ചെയ്യും. അതോടൊപ്പം ഓഫീസിലെ കാര്യങ്ങളും ഫീൽഡിലെ കാര്യങ്ങളും എല്ലാം ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഞാൻ നേരിട്ട് കാണുന്ന ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ അവസ്ഥ. അങ്ങനെ നോക്കുമ്പോൾ സാധാരണ ഒരു ജില്ലാ കലക്ടറുടെ ദിവസം എങ്ങനെയായിരിക്കും? അപ്പോൾ ഇതൊക്കെ ഒരു സ്ഥിരം ആണോ? സാധാരണമായി നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് യാത്രകളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമോ? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ദിവസം എന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ദിവസങ്ങളിൽ യാത്രകൾ എന്തായാലും ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒന്ന് ഓഫീസിലെ വർക്ക് ഒരുപാടൊന്നും ഉണ്ടാവില്ല, ഉണ്ട് എന്ന് പറയുമ്പോൾ കൂടുതലും മീറ്റിങ്ങുകളായിരിക്കും. ഒരുപാട് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കളക്ടറെ വിളിച്ചാൽ തിരക്കാണെന്ന് പറയുന്നതിന് മേജർ കാര്യങ്ങളും നമ്മൾ ചെയർ ചെയ്യുന്ന മീറ്റിങ്ങുകളായിരിക്കും. ഒരു ദിവസം തന്നെ 1, 2, 3 മീറ്റിങ്ങുകൾ കാണും. അതിനകത്ത് ചിലപ്പോൾ പകുതി മീറ്റിങ്ങുകളും ഞങ്ങൾ ചെയർ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന മീറ്റിങ്ങുകൾ ചെയർ ചെയ്യുന്ന ഒന്നുകിൽ മിനിസ്റ്റേഴ്സോ അല്ലെങ്കിൽ സെക്രട്ടറി ലെവലിലോ ചീഫ് സെക്രട്ടറി ലെവലിലുള്ള ആരായിരിക്കും. അപ്പോൾ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഭാഗത്ത്. പിന്നെ ഫയലുകൾ നോക്കുക, ഫയൽ ഫോൾഡറുകൾ നോക്കുക, സാധാരണ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് കൂടാതെ ഉള്ളതെന്ന് പറയുന്നത് ഈ ഫീൽഡിൽ പോയി വിസിറ്റ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഇവിടെ ത്രിപുരയിൽ നമുക്ക് മാൻഡേറ്ററി ആയിട്ടും 15 ദിവസത്തോളം ഫീൽഡിൽ പോകണം. അതിനകത്ത് ഒരു മാസത്തിൽ 15 ദിവസത്തോളം താങ്കൾക്ക് ഫീൽഡിൽ വിസിറ്റ് ചെയ്യണം. അതിനകത്ത് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇത് പ്രകാരം എനിക്കൊരു 10 രേഖ തൊഴിലുറപ്പിൻ്റെ വർക്കുകൾ, പ്രോജക്റ്റുകൾ വിസിറ്റ് ചെയ്യണം. പിന്നെ PMAY വീട് വിസിറ്റ് ചെയ്യണം. പിന്നെ സ്വച്ഛ് ഭാരത് മിഷൻ്റെ പ്രോജക്റ്റുകളുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യണം. പിന്നെ റോഡുകളും ബാക്കി സാധനങ്ങൾ വിസിറ്റ് ചെയ്യണം. വില്ലേജ് വിസിറ്റ് ചെയ്യണം. പിന്നെ അർബൻ സെൻറ്ററിലുള്ള സാധനങ്ങൾ വിസിറ്റ് ചെയ്യണം. പിന്നെ ഇത് കൂടാതെ നമ്മുടെ ഓഫീസുകൾ, പഞ്ചായത്ത്, തഹസിൽദാർ, ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസ്, സബ് കളക്ടറുടെ ഓഫീസ്, ബ്ലോക്കിൻ്റെ ഓഫീസ്, ഇതെല്ലാം വിസിറ്റ് ചെയ്യണം. പിന്നെ ബ്ലോക്കിൻ്റെ റിവ്യൂ മീറ്റിംഗ് നടത്തണം, സബ് ഡിവിഷൻ്റെ റിവ്യൂ മീറ്റിംഗ് നടത്തണം, റവന്യൂയുടെ റിവ്യൂ മീറ്റിംഗ് നടത്തണം. അപ്പോൾ ഒരു ദിവസം നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മാസത്തേക്കുള്ളത് മൊത്തം ഞാൻ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഇന്നത്തെ കാര്യം തന്നെ ഇന്ന് രാവിലെ എൻ്റെ ഒരു സബ് ഡിവിഷനായ സബ് റൂമിൽ ആ പ്രോഗ്രാമിന് വേണ്ടി പോകേണ്ടി വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഓഫീസിലോട്ട് പോവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഫീൽഡിൽ പോകാനായിരുന്നു പ്ലാൻ ഉച്ചയ്ക്ക് ശേഷം. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ചീഫ് സെക്രട്ടറിയുടെ ഒരു മീറ്റിംഗ് വൈകുന്നേരം വന്നു. അപ്പം എനിക്കിനി ഇവിടെ നിന്ന് അഗർത്തല പോകണം. അപ്പോൾ അതിന് മുമ്പ് RTയുടെ സെക്രട്ടറിയുടെ ഒരു റിവ്യൂ മീറ്റിംഗ് വെച്ചിട്ടുണ്ട് 4 മണിക്ക്. അപ്പോൾ അതിന് പോകണം. അത് കഴിഞ്ഞിട്ടായിരിക്കും ചീഫ് സെക്രട്ടറിയുടെ മീറ്റിംഗ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാളെ, അപ്പോൾ ഇന്ന് വെച്ചേക്കുന്ന ഫീൽഡ് വിസിറ്റ് നാളെ അവധിയാണ് ഇവിടെ. നാളെ ചെന്ന് ചെയ്യേണ്ടി വരും. നാളെ ഫീൽഡ് വിസിറ്റ് ചെയ്താലേ എനിക്ക് ഇന്നത്തെ ഈ മാസത്തെ ടാർഗറ്റുകൾ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് സ്ഥിരം ഇങ്ങനെ തന്നെയാണ്. യാത്രകൾ എപ്പോഴും കൂടെ ഉണ്ടാവും. യാത്രകളും പിന്നെ ഫയലുകളും ബാക്കിയെല്ലാം ഭാഗമാണ്. സ്വന്തം ജീവിതത്തിന് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റാറുണ്ടോ? എങ്ങനെയാണ്? ഞാൻ പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ജീവിതത്തിന് സമയം കിട്ടില്ല എന്നൊക്കെ. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വൈഫായിട്ട് സംസാരിക്കാം. ഫാമിലി നമ്മുടെ പ്ലാനിങ് അനുസരിച്ചിരിക്കും. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സമയം പ്ലാൻ ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കും. എനിക്ക് കഴിഞ്ഞ 2.5 കൊല്ലമായിട്ടുള്ള സർവീസിനിടയിൽ എനിക്ക് ഇതുവരെയും എൻ്റെ ഫാമിലിക്ക് സമയം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഫയലുകളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്യാം. കൂടുതലും ഞാൻ ഒഴിവാക്കും. എത്ര ഫീൽഡിൽ പോയാലും ഫാമിലി ഒരു വല്ലാത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അവർ നമ്മുടെ സമയങ്ങളെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഇത് കൂടാതെ തന്നെ ചിലപ്പോൾ ഒഫീഷ്യൽ അല്ലാത്ത ചില കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഇനോഗ്രേഷൻ പ്രോഗ്രാംസ് അല്ലെങ്കിൽ വല്ല മോട്ടിവേഷൻ ക്ലാസ്സോ സെമിനാറുകളോ ഇങ്ങനെയൊക്കെ എടുക്കാനുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. അതിനുള്ള സമയം നമ്മുടെ പ്ലാനിങ് അനുസരിച്ചിട്ട് നോക്കിയാൽ കിട്ടും. അത് ഇതുവരെയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുവരെയും ഇത്ര തിരക്കാണെങ്കിലും ഇത് നമുക്ക് മാനേജ് ചെയ്യാന്നുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ചിട്ടയായ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധ്യമാണ് എന്നാണ് സാർക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവം വെച്ചിട്ട് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഒരു മാസത്തെ ഒരു സാധനം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചാൽ പിന്നെ ആഡ് ഹോക്ക് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാകും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആവശ്യത്തിനുള്ള സമയം കിട്ടാറുണ്ട്. എനിക്ക് അങ്ങനെ അത്ര തിരക്കാണെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന യാത്രകൾ, എൻ്റെ കുറേ ഫയലുകളും ബാക്കി മോണിറ്ററിങ്ങും എല്ലാം ഈ യാത്രകളുടെ ഇടയിലായിരിക്കും. ഫയലുകൾ നോക്കുന്നത് അല്ലെങ്കിൽ മോണിറ്ററിങ് ചെയ്യുന്നതും പിന്നെ കോർഡിനേറ്റ് ചെയ്യുന്നതെല്ലാം യാത്രകളായിരിക്കും. ഈ 1 മണിക്കൂർ കിട്ടുന്ന ഈ യാത്ര അതിൽ തന്നെ ആയിരിക്കും കൂടുതൽ സാധനം. പിന്നെ ചില സാധനങ്ങൾ പ്ലാനിങ് ചെയ്യുന്നതും കുറേ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നതും എല്ലാം യാത്രകളിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വളരെ തിരക്ക് പിടിച്ചൊരു ജീവിതമാണെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ സ്വന്തം ജീവിതത്തിന് സമയം കണ്ടെത്താൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. യാതൊരു സംശയമില്ല.
ഇതിൽ നിന്ന് ഈ പ്ലാനിങ് ഒക്കെ നമ്മൾ ജീവിതത്തിലേക്കും കുറച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ട്. നോക്കട്ടെ. നല്ല മലയാളി ഊണാണ് നമുക്കിവിടെ കിട്ടിയത്. താങ്ക്സ് സാർ. സാറിനോട് ഒരു 2 ചോദ്യം കൂടി ഉണ്ട്. ഒരു IAS കാരനാകുമ്പോൾ ഉള്ള അതിന്റെ പെർക്സ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? പെർക്സ് എന്ന് പറയുമ്പോൾ സാലറി, നമ്മുടെ ബേസിക് സാലറി ഏതാണ്ട് 80,000 രൂപയാണ് ബേസിക് സാലറി വരുന്നത്. സാലറി പറയാൻ പാടില്ല എന്നാണ്, എന്നാലും 80,000 രൂപയാണ് ബേസിക് സാലറി. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പറയുന്ന പോലെ കുറച്ച് ഈ പറഞ്ഞ പോലെ നമുക്കൊരു വണ്ടിയുണ്ട്, കണ്ടിട്ടുണ്ടാവും. നമുക്ക് യാത്ര ഒരുപാടുണ്ട്, അപ്പം അതിൻ്റെ വണ്ടിയുണ്ട്, വണ്ടി ഓടിക്കാനുള്ള ഡ്രൈവറുണ്ട്. പിന്നെ നമ്മൾ 24/7 നമുക്കിതിൻ്റെ സർവീസ് ഉള്ളതുകൊണ്ട് ഒരു ഡ്രൈവർ പോരാ, 2 ഡ്രൈവർ വേണം. പിന്നെ ഗൺമാൻ ഉണ്ട്, അത് 2 ഗൺമാൻ ഉണ്ടാവും. പിന്നെ ത്രിപുരയിൽ നമുക്ക് സെക്യൂരിറ്റി കൺസേൺസ് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നൈറ്റ് ഗാർഡുകളുണ്ട്, അപ്പോൾ അവരുണ്ടാവും. പിന്നെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട് നമ്മുടെ തന്നെ കോംപ്ലക്സ്. കേരളത്തിൽ ഇങ്ങനെ എസ്കോർട്ട് വണ്ടികൾ കളക്ടർമാർക്ക് കണ്ടിട്ടില്ല. ഇത് ഇവിടെ ഞാൻ സാറിന് ഒരു എസ്കോർട്ട് വണ്ടി കണ്ടു, അതിൽ 5-6 പോലീസുകാരൊക്കെ കണ്ടു. അത് എല്ലായിടത്തും ഉണ്ടോ, അതോ ത്രിപുരയിൽ മാത്രമേ ഉള്ളൂ, അതോ ചില സംസ്ഥാനങ്ങളിലാണോ, എങ്ങനെയാണ് അതിൻ്റെ? ത്രിപുരയിൽ പണ്ട് മുതൽക്കേ ഈ സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ടായിരുന്ന സമയത്ത് മുതലേ ത്രിപുരയിൽ കളക്ടേഴ്സിനെ Y+ കാറ്റഗറിയിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. SP കളക്ടർ. അപ്പം Y+ കാറ്റഗറിയിലുള്ളതെന്ന് വെച്ചാൽ ഒരു എസ്കോർട്ട് ഉണ്ടാവും, ഒരു പൈലറ്റ് ഉണ്ടാവും. പിന്നെ അതെപ്പോഴും മുമ്പിൽ ഒരു വണ്ടിയുണ്ട്, ബാക്കിലൊരു വണ്ടിയുണ്ട്. ഞാൻ ഉപയോഗിക്കാറില്ല പുറകിലെ വണ്ടി, ഒരു വണ്ടി ഉപയോഗിക്കാറില്ല. എസ്കോർട്ട് ഉപയോഗിക്കാറില്ല, പൈലറ്റ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അത് കേരളത്തിലില്ല, ഇവിടെ അത് അഡീഷണൽ ആയിട്ട് തന്നിട്ടുണ്ട്. സെക്യൂരിറ്റി കൺസേൺസ് ഇപ്പോൾ ത്രിപുരയിലൊന്നും അങ്ങനത്തെ കൺസേൺസ് ഒന്നും ഇല്ല. എന്നിരുന്നാലും ആ ഒരു ഇത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ അത്രയും പോലീസുകാർ നമുക്ക് കൂടെ കാണും. പിന്നെ വേറെ അലോൺസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയതുകൊണ്ട് ഒരു കോംപ്ലക്സ് ഉണ്ട്, ഒരു വീടുണ്ട്. സത്യത്തിൽ നമ്മുടെ വീട് മാത്രമല്ല, ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് ഓഫീസാണ്. എൻ്റെ ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഒരു ഒഫീഷ്യൽ സാധനമാണ്. പിന്നെ സ്റ്റാഫുണ്ട്. നേരത്തെ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഞാൻ ചോദിക്കാം. ഒരു ജില്ലയിൽ ഒരു SP ജില്ലാ കളക്ടറും ഉണ്ടാവുന്നു. അപ്പോൾ SP ആണോ കലക്ടറാണോ മുകളിൽ? അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, കൗതുകത്തിന് വേണ്ടി കുറച്ച് ചോദ്യമായി കരുതിയാൽ മതി. അല്ലെങ്കിൽ ഇത് രണ്ടും ഒന്നാണോ, എന്താണ്? ഒരു ജില്ലയുടെ ഏറ്റവും ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോർഡിനേഷൻ എന്ന് പറയുന്ന കളക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോർഡിനേഷനകത്ത് വരുന്നതിനകത്ത് 1 ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് ലോ ആൻഡ് ഓർഡർ. അപ്പോൾ അത് ഹെഡ് ചെയ്യുന്നത് SP ആണ്. അതുപോലെ തന്നെ 1 ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് ഫോറസ്റ്റ്, അത് ഹെഡ് ചെയ്യുന്ന DFO ആണ്. പക്ഷേ ഈ ലോ ആൻഡ് ഓർഡറും ഫോറസ്റ്റും ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡിപ്പാർട്ട്മെന്റ് ഡിസ്ട്രിക്റ്റിലായത് കാരണം അതിന് IPSകാരും അല്ലെങ്കിൽ IFSകാരാണ് ഹെഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് മുകളിലോ താഴെയൊന്നുമില്ല, അവരവരുടേതായ ഡിപ്പാർട്ട്മെന്റിൽ അവർ വലുതാണ്. നമുക്ക് കോർഡിനേഷനാണ് മെയിനായിട്ടുള്ള ജോലി. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മീറ്റിങ്ങിലൊക്കെ ഇപ്പം ഇലക്ഷൻ്റെ സമയത്താകുമ്പോൾ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറിനെ SP സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനകത്ത് മുകളിലാണോ താഴെയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ജോസഫ് അലക്സ് പറയുന്ന പോലെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയതുകൊണ്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരവും അങ്ങനെ കുറച്ച് അധികാരങ്ങൾ നമുക്ക് കൂടുതലാണ്. അവരവരുടേതായ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ കോർഡിനേഷൻ. ടൈറ്റർ നോട്ടാണ് ഈ ചോദ്യം. ജീവിതത്തിൽ പൊളിറ്റിക്കൽ പ്രഷർ എങ്ങനെയാണ് ഒരു ബ്യൂറോക്രാറ്റ് എന്ന നിലയിൽ, ഒരു IAS എന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ, താങ്കളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അത് സ്വാധീനിക്കുന്നത്? പൊളിറ്റിക്കൽ പ്രഷർ ഇപ്പം ഞങ്ങളുടെ പോസ്റ്റ് അനുസരിച്ച് നമുക്ക് എപ്പോഴും ഉണ്ടാകാറുള്ളൊരു കാര്യമാണ്. പിന്നെ IASകാർക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ലെവല് മുകളിലായത് കാരണം ലോക്കൽ പൊളിറ്റിക്കൽ പ്രഷർ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാവാറില്ല. പിന്നെ ചില ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് പ്രഷർ ഉണ്ടാവും, ഇൻഡയറക്ട്ലി പ്രഷർ ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ചില സമയത്ത് നമുക്ക് സീനിയേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഹയർ എഡ്യൂക്കേഷൻ്റെ ഡയറക്ടർ ആയിരുന്ന സമയത്ത് എഡ്യൂക്കേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ മിനിസ്റ്ററുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റാണ്, അപ്പോൾ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുമായിട്ടൊക്കെ ഡയറക്റ്റ് കോൺടാക്റ്റാണ്. ചില ഡിസിഷൻസിനകത്ത് നമുക്ക് മിനിസ്റ്ററിനെ ചില സമയത്ത് കൺവിൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയ്ക്ക് അവരുടെ ഇൻട്രസ്റ്റുകൾ വേറെ ഒരുപാടുണ്ട്. നമുക്ക് നമ്മുടെ ഒരു ബ്യൂറോക്രാറ്റ് എന്ന നിലയിൽ എടുക്കുന്ന പോലെയല്ല, അവർ കാണുന്ന ആംഗിൾ പല വ്യത്യാസമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ മിനിസ്റ്ററിന് നമ്മുടെ സ്ഥാപനങ്ങളിൽ എത്രമാത്രം പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊരു കഴിവ് വേണം. അവർക്ക് ഒരു ലേമാൻ അല്ലെങ്കിൽ ഒരു കോമൺ മാൻ മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയാൽ
ആ പ്രഷർ നമുക്ക് താങ്ങാനാവും. ഇതുവരെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ അങ്ങനെ മാനേജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ പ്രശ്നമൊന്നും വരത്തില്ല. അങ്ങനെ വല്ലാത്ത വന്നു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ മതി. ഇത്ര ലോക്കൽ ഡിമാൻഡ്സ് ആണ് പൊളിറ്റീഷ്യൻസ് കൂടുതലും കൊണ്ടുവരുന്നത്. പക്ഷെ എല്ലാ ലോക്കൽ ഡിമാൻഡ്സും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല എന്നുള്ള കുറേ ചലഞ്ചസ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ വേണം ടാക്കിൾ ചെയ്യാനുള്ളത്. ഈ ഒരു 7-8 കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതുവരെ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ മാറ്റി വേറൊരു പോസ്റ്റിലോട്ട് തന്നു. അതുകൊണ്ട് റിലേഷൻഷിപ്സിൽ ഇതുവരെ യാതൊരു പ്രശ്നമില്ല. ഇത് പലപ്പോഴും നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്ത് ചോദിക്കാൻ കാര്യം. അത് എനിക്ക് ഒരു കാര്യമാണ്, ഞാൻ ഇപ്പോഴത്തെ ഇപ്പോൾ മീഡിയ എന്ന് പറയുമ്പോൾ നിങ്ങളടക്കമുള്ള ബ്ലോഗർമാരും വേറെ നമ്മുടെ ഇപ്പം ബ്യൂറോക്രസി ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഈ സമയത്ത് ഞാനൊക്കെ പറയുന്നത് ഞാനൊരു ബ്യൂറോക്രാറ്റ് എന്ന നിലയിൽ മീഡിയയുടെ മുമ്പിൽ വളരെ കുറച്ചായിരിക്കും ഞാൻ തരുന്നത്. പക്ഷെ ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ മീഡിയ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ഞങ്ങളൊക്കെ UPSC എക്സാം ജീവിതത്തിൽ ഒരിക്കലേ എഴുതുന്നുള്ളൂ. പക്ഷേ ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ ഈ UPSC എക്സാം സ്ഥിരം എഴുതുന്ന ഒരു ഫീലിംഗാണ്. അതിപ്പോൾ ഒരു മീഡിയ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉടനെ തന്നെ റെസ്പോണ്ട് ചെയ്യാനും ആ കാര്യത്തിനെ പറ്റി ഗ്രാസ്പ് ചെയ്യാനും എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കേണ്ട ഒരാളാണ് പൊളിറ്റീഷ്യൻ. അങ്ങനെ അല്ല, അപ്ഡേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ബാക്ക്ലാഷ് ഇപ്പോൾ ഉണ്ടാവും. നമുക്കൊക്കെ അങ്ങനെ മീഡിയനെ കവർ ചെയ്യാനോ അല്ലെങ്കിൽ മീഡിയനെ ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ബാക്ക് സ്റ്റേജാണ് നമ്മൾ ഒരിക്കലും വരാത്തതുകൊണ്ട്. അതുകൊണ്ട് പൊളിറ്റീഷ്യൻസിന് ഇപ്പോൾ വീണ്ടും കൂടുതൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ത്രിപുര ബംഗ്ലാദേശിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ബോർഡേഴ്സ് ത്രിപുരയിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഒരു ജില്ലാ കളക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ വിസിറ്റ് ചെയ്ത സൗത്ത് ത്രിപുരയിലെ സബ്രൂം സബ് ഡിവിഷൻ, ആ പാലത്തിനപ്പുറം ബംഗ്ലാദേശാണ്. അപ്പോൾ ഇത്തരം ഇന്റർനാഷണൽ ബോർഡറുകളൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കോൺഫ്ലിക്റ്റുകളോ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളോ ഇന്ത്യ വന്നിട്ടുണ്ട് എങ്കിൽ എന്താണെങ്കിലും അതുപോലെയുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. ഇന്റർനാഷണൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇഷ്യൂ സംഭവം ചെറുതായിരിക്കും. പക്ഷെ ഈ ഇന്റർനാഷണൽ ബോർഡർ എന്ന് പറയുന്ന ഒരു വലിയൊരു ബ്ലോക്കേജാണ്. പല കാര്യങ്ങളും ഞാൻ സോണമുറ എന്ന് പറഞ്ഞ സബ് ഡിവിഷൻ്റെ സബ് കളക്ടർ ആയിരുന്ന സമയത്ത് കുറേ അനുഭവങ്ങളുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാനിപ്പോൾ കണ്ട ആ ബ്രിഡ്ജിൻ്റെ അവിടെ ഫെനി എന്ന് പറഞ്ഞ റിവറാണ്. അപ്പോൾ നോർമലി ഒരു റിവർ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വെള്ളം എടുക്കാനായിട്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, ഡിസ്ട്രിബ്യൂഷൻ സ്കീമിൽ വെള്ളം. പക്ഷേ ആ റിവർ ഇൻ്റർനാഷണൽ റിവറാണ്. നമ്മുടെ പകുതി ഇന്ത്യയിലും പകുതി ബംഗ്ലാദേശിലും. കഴിഞ്ഞൊരു 10-40 വർഷമായിട്ട് അതിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള ഒരു എഗ്രിമെൻറ്റുമായിട്ട് ഇപ്പോഴും ഡിസ്കഷൻസ് നടക്കാം. ഇതുവരെ ആയിട്ടും അത് സോൾവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ത്രിപുരയിൽ ചില വില്ലേജുകളാണ്, വില്ലേജുകൾ ഇന്റർനാഷണൽ ബോർഡർ വില്ലേജുകളാണ്. അപ്പോൾ ആ വില്ലേജിൻ്റെ പകുതി ഇന്ത്യയിലും പകുതി ബംഗ്ലാദേശിലുമാണ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ അയൽവാസി ചിലപ്പോൾ ബംഗ്ലാദേശാണ്, നമ്മുടെ ഇന്ത്യക്കാരൻ നടുക്കൂടെ ആയിരിക്കും ഫെൻസ് പോകുന്നത് ബോർഡർ. ഞാൻ ഓർമ്മിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇയാളുടെ റിലേറ്റീവ് മരണപ്പെട്ടു. അപ്പോൾ മരണപ്പെട്ടിട്ട് അവർക്ക് അപ്പുറത്തെ വീട്ടിലും അടുത്ത വീട്ടിൽ പോകണം മരണാനന്തര ചടങ്ങുകൾക്ക് പങ്കെടുക്കാം. പക്ഷേ ഇന്റർനാഷണൽ ബോർഡറാണ്, ക്രോസ് ചെയ്യാൻ പറ്റില്ല. ക്രോസ് ചെയ്യണമെങ്കിൽ നമുക്ക് വിസ എടുത്ത് പാസ്പോർട്ട് എടുത്തിട്ട് ഒരു നോർമൽ പോർട്ട് വഴി പോകാൻ പറ്റും. അപ്പോൾ എന്നെ വിളിച്ച് തിരിച്ചറിയിൻ്റെ വീടിൻ്റെ അപ്പുറത്താണ് പോകാൻ പറ്റത്തില്ല. അപ്പം അതിനകത്ത് വേറൊരു കാര്യമുള്ളത്, ഇന്റർനാഷണൽ കാര്യങ്ങളുടെ ഡിസിഷൻസ് എടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു ലോക്കൽ അഡ്മിനിസ്ട്രേഷനാണ്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഫയൽ മൂവ് ചെയ്ത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി വഴി അംബാസഡർ വഴി തിരിച്ചവിടെ ചെന്ന് ഡിസിഷൻ എടുക്കും. തിരിച്ചു വരുമ്പോഴത്തേക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് ഈ മരണാനന്തര ചടങ്ങ് പോലത്തെ എമർജൻസി കാര്യം. അതുപോലെ തന്നെ ഒരു കേസിൽ ഒരു പുള്ളിക്കാരൻ ബംഗ്ലാദേശിൽ പോയി മരണപ്പെട്ടു. കുറച്ച് പോലീസ് കേസൊക്കെ ആയിട്ട് മരണപ്പെട്ടു. അപ്പോൾ ആ ബോഡി തിരിച്ചു കൊണ്ടുവരാൻ ഇതേ വിഷയം ഉണ്ടായി. ഇന്റർനാഷണൽ ഇഷ്യൂസാണ് അങ്ങനെ. അപ്പോൾ അവസാനം 3 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ബോഡി കിട്ടും. അത് നോർമലി വരത്തില്ല. ഇതൊരു പോലീസ് കേസും കൂടി ആയതുകൊണ്ട് ഈ ഫുൾ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ ബോഡി തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഇന്റർനാഷണൽ ലെവലിൽ അതൊരു വലിയ ഇഷ്യൂസാണ്. അപ്പോൾ എൻ്റെ നെയ്ബറിംഗ് ഡിസ്ട്രിക്റ്റാണ് ഫെനി. അപ്പോൾ ഫെനിയിലെ DC ആയിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച മീറ്റ് ചെയ്തു. നമുക്കങ്ങനെ പെട്ടെന്ന് മീറ്റ് ചെയ്യാൻ പോലും നേരിട്ട് പറ്റത്തില്ല. ഞങ്ങളുടെ മൊത്തം ഡിപ്ലോമാറ്റിക് സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടേ പറ്റത്തില്ല. ഒരു ഇന്റർനാഷണൽ ബോർഡർ എന്ന നിലയ്ക്ക് ഇവിടെയുള്ള ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്, അതിൻ്റെതായ കോൺഫ്ലിക്ട്സ്. ഒരു നല്ല മലയാളി ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ചോദിക്കാൻ,
കേരളത്തിലെ നെടുമങ്ങാട് പോലെ ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്നതാണ്. ത്രിപുര പോലെ തികച്ചും വ്യത്യസ്തമായ ഒരു സംസ്ഥാനത്ത് ഭാഷ ബംഗ്ലയും കോപ്പറും ഒക്കെയാണ്. ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തുള്ള താങ്കളുടെ ജീവിതം എങ്ങനെയാണ്? ഇതുമായി എങ്ങനെ മലയാളികൾ ഏത് സ്ഥലത്തും സുഖമായി അതിജീവിക്കുമെന്നറിയാം, എങ്കിലും ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ എങ്ങനെയാണ് ഈ സ്ഥലത്ത് മാറി താമസിക്കുന്നതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ച ഒരു കാര്യമാണ്, ഈ IAS എങ്ങനെയാണ് നമ്മുടെ ഭാഷ സംസാരിക്കുന്നത്? ഓക്കെ, കേരളത്തിലായാലും ഇപ്പോൾ പുറത്തുനിന്ന് വന്ന ഓഫീസേഴ്സ് എങ്ങനെയാണ് മലയാളം സംസാരിക്കുക? ഇവിടെ പോലും എനിക്ക് ബംഗ്ലാ സംസാരിക്കണം നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അക്കാഡമിയിലെ ട്രെയിനിങ്ങിൽ തന്നെ നമുക്കൊരു റീജിയണൽ ലാംഗ്വേജ് പഠിക്കണം. ഞാനിപ്പം ഇവിടുത്തെ കാർഡറാണെങ്കിൽ ബംഗ്ലാദേശിൽ പഠിക്കണം. പഠിക്കുക മാത്രമല്ല, എഴുതാനും വായിക്കാനും, എഴുതി വായിച്ച് എക്സാം പാസ്സാവണം. ആ ഒരു അപ്പോൾ ബംഗ്ല അവിടെ തന്നെ പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ ആ ഒരു 3 മാസത്തെ ട്രെയിനിങ് കൊണ്ടൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ വന്ന് ഈ പബ്ലിക്കുമായിട്ട് സംസാരിച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമ്മൾ ഭാഷ ഡെവലപ്പ് ചെയ്തു. പിന്നെ ഇവിടെ വേറൊരു ഭാഷ ഈ പറഞ്ഞ പോലെ ട്രൈബൽ കൊബ്ബറോക്ക് എന്ന് പറഞ്ഞൊരു ഭാഷയുണ്ട്. അപ്പം അതും പഠിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ റീജിയണൽ ലാംഗ്വേജ് എത്രയും അറിയാവുന്നു അത്രയും എളുപ്പമായി പഠിക്കാൻ. അല്ലെങ്കിൽ അതായത് ഏതൊരാളെയും ഒരു ഹോം കേഡർ ഏതെങ്കിലും കേഡറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ നാട്ടിലെ ഭാഷ കോച്ചിങ്ങിന്റെ IAS പഠനത്തിന്റെ ഭാഗമായി നിർബന്ധമായി പഠിക്കുകയും അതിന്റെ എക്സാമുകൾ ക്ലിയർ ചെയ്യണം. ഓക്കെ, പ്രത്യേകിച്ച് കേരളത്തിലിപ്പോൾ ഫയലുകൾ പോലും മലയാളത്തിലാണ്. നമുക്കത് വായിച്ച് പഠിച്ച് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയാം. അത് നിർബന്ധമാണ്. പിന്നെ മലയാളി എന്ന നിലയിൽ ഇവിടെ വന്ന് ത്രിപുര കേരളം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ത്രിപുര കേരളം പോലെ തന്നെയാണ്. നിങ്ങളുടെ ബ്ലോഗിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ അറിയാം, മണ്ണും മരങ്ങളും വെജിറ്റേഷനും എല്ലാം കേരളം പോലെയാണ്. കേരളത്തിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും, എക്സെപ്റ്റ് നല്ല കടൽ മീൻ കിട്ടില്ല, ബാക്കിയെല്ലാം കിട്ടും. പക്ഷെ വില ഇച്ചിരി കൂടുതലാണ്, എല്ലാത്തിനും നല്ല വിലയാണ്. പിന്നെ എൻ്റെ കൂടെ വൈഫുണ്ട്. പിന്നെ എൻ്റെ കുക്കിന് നന്നായിട്ട് മലയാളി ഭക്ഷണം, സാമ്പാറും ചിക്കൻ കറിയും ഉണ്ടാക്കാൻ അറിയാം. പിന്നെ പപ്പടവും ബാക്കി മസാലകളെല്ലാം നാട്ടിൽ നിന്ന് സേഫ് എക്സ്പ്രസ് വഴി കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ലീവൊന്നും വളരെ റെഗുലറായിട്ട് കിട്ടില്ല. കുറച്ച് ലീവ് കിട്ടത്തുള്ളൂ, കാരണം വീട്ടിൽ പോകണം. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഇവിടെ ആസ്വദിക്കുന്നുണ്ട്. തീർച്ചയായും. ഈ മൊസൂറിയിലെ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഈ TV-യിലും ട്രെയിനിങ്ങിലൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്കുള്ള ട്രെയിനിങ്? നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു ജനറലിസ്റ്റ്, സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ ഉതകുന്ന രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ട്രെയിനിങ് തരുന്നത്? സമയം വൈകിയെന്നറിയാം, എങ്കിലും എന്താണ് നിങ്ങളുടെ ട്രെയിനിങ്, എങ്ങനെയാണ് നിങ്ങൾ ട്രെയിനിങ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? അതിനെ കുറിച്ച് പറഞ്ഞോളൂ. എൻ്റെ സമയത്തിൽ വലിയ പരിമിതിയുണ്ട്. ഇവിടെ 100 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വേണം അകത്തിലെത്താൻ. 1:30 മസൂറിൻ്റെ ട്രെയിനിങ് അല്ല, നമ്മുടെ മൊത്തം IAS ട്രെയിനിങ്ങിനെ പല ഘട്ടങ്ങളായിട്ടാണ് ചെയ്തേക്കുന്നത്. ആദ്യത്തെ 2 വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത 9 വർഷത്തേക്കുള്ള ട്രെയിനിങ് ആണ് ആദ്യത്തെ 2 വർഷം വരുന്നത്. ആ സമയത്ത് എന്ന് വെച്ചാൽ ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ആകുന്നത് വരെയുള്ള ട്രെയിനിങ്, CRPC, പിന്നെ റവന്യൂ റിലേറ്റഡ് ലോസ് ആൻഡ് ലോകളും, പിന്നെ ഈ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോർഡിനേഷൻ, പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, ഇതിനുള്ള ട്രെയിനിങ് ആയിരിക്കും ആദ്യത്തെ 1 വർഷത്തെ പ്രൊബേഷൻ സമയത്തായിരുന്നു. 9 വർഷം കഴിഞ്ഞ് നമ്മുടെ phase 3, phase 1, phase 2, phase 3. ആദ്യം ഫൗണ്ടേഷൻ കോഴ്സ്, പിന്നെ phase 1, പിന്നെ phase 2. അത് കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡിൽ വരും. അതിന് phase 3, 9 വർഷം കഴിഞ്ഞ് പിന്നെ phase 3 ട്രെയിനിങ്. അതെന്ന് പറഞ്ഞാൽ അടുത്ത 17 വർഷം വരെയുള്ള സർവീസ് ചെയ്യണം. അതായത് മിഡ് സീനിയർ ലെവലുള്ള, അതായത് ജോയിന്റ് സെക്രട്ടറി ലെവൽ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലെവൽ വരെയുള്ള ട്രെയിനിങ് ആണ് അടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പ്രൊമോഷനോട് കൂടി phase 4 ട്രെയിനിങ്ങിന് പോകും. അപ്പം നമ്മുടെ അടുത്ത എന്താണോ സെർവ് ചെയ്യേണ്ടത് അതിനുള്ള ട്രെയിനിങ് നമുക്ക് തന്നോണ്ടിരിക്കും. അതായത് ഒരു IAS-കാരന്റെ പഠനം നിരന്തരമാണ്. എപ്പോഴും നമുക്ക് ട്രെയിനിങ് ഇവിടെ തന്നെ ഉണ്ടാവും. അത് ചെയ്തേ പറ്റും, അല്ലാതെ നമുക്ക് എന്തായാലും ഫീൽഡിൽ പോയി ചെയ്യാൻ. ഇനി ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഭക്ഷണം വരെ കഴിക്കുന്നതിനിടയിൽ ഞാൻ ചോദ്യം ചോദിച്ച് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇനി ഈ ബാക്കിയുള്ള തിരക്കുകളുടെ ഇടയിൽ ഇത്രയും സമയം കണ്ടെത്തി നമ്മളോട് ഇരിക്കാൻ മനസ്സ് കാണിച്ച സാറോട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ട്രാവൽ ജീവിയുടെ ഈ സെഷൻ നമ്മൾ അവസാനിപ്പിക്കാമെന്ന് വിശ്വസിക്കുന്നു. പറ്റുകയാണെങ്കിൽ ബാക്കി ഇനിയും ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട്. സാർക്ക് സമയം കിട്ടുന്ന ഒരു സമയത്ത് അത് ചോദിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാതെ വീണ് കിട്ടിയ ഒരു നല്ല മുഹൂർത്തമാണ് ട്രാവൽ ജീവിക്ക് ഈ ഒരു ഇന്റർവ്യൂ. ഇത്രയും സമയം നമ്മോടൊപ്പം
ചെലവഴിച്ച സാറോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ മറ്റൊരു നല്ലൊരു എപ്പിസോഡുമായി വരുന്നതുവരെ ദിസ് ഇസ് ട്രാവൽ ജീവി സൈനിങ് ഓഫ്.